നമ്മൾ പദ്രി ക്യാമ്പിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ട്രക്കിങ്ങിൻ്റെ 2ാം ദിവസം ഗ്രഹൺ ജസ്റ്റ് ലീവ് ചെയ്തു. ഗ്രഹണിലെ സ്റ്റേ ഇന്നലെ അടിപൊളിയായിരുന്നു. അപ്പം പദ്രിയിലേക്കുള്ള ട്രക്കിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ട്രക്ക് ചെയ്ത് ഞങ്ങളൊരു അടിപൊളി അരുവിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ട്രക്കിങ്ങിലുടനീളം ഇതുപോലെ നിലംപൊത്തി വീണ ഇഷ്ടം പോലെ മരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മേലോട്ട് നടക്കാൻ ഒരു രസം. ഈ ആടുകളെ മേയ്ക്കാൻ വന്ന വിദ്വാനാണ് ഈ എഡ്ജിൽ കിടന്നുറങ്ങുന്നത്. ആളൊരു നേപ്പാളിയാണത്രേ. നേപ്പാളിൽ നിന്നും ഈ ആൾതാമസമില്ലാത്ത ഹിമാലയൻ മലകളിൽ വന്ന് താമസിക്കുന്ന ഇയാളെ കണ്ടപ്പോൾ ശരിക്കും വിചിത്രമായി തോന്നി. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ട്രക്ക് ചെയ്തിട്ട് നമ്മൾ പദ്രി ക്യാമ്പിലെത്തി. പദ്രി ക്യാമ്പ് 9300 ഫീറ്റ് എബോവ് സീ ലെവലാണ്. അപ്പം നമ്മൾ ഇന്നലെ ഗ്രഹൺ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലായിരുന്നു നമ്മളുടെ ക്യാമ്പ്. അപ്പോൾ അത് 7700 ഫീറ്റ് ഹൈറ്റിലായിരുന്നു. അവിടുന്ന് ഏതാണ്ട് 1600 ഫീറ്റ് ഹൈറ്റ് കൂടെ കയറിയിട്ടാണ് പദ്രി ക്യാമ്പിലെത്തിയത്. അപ്പോൾ ഇന്ന് വരുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന തന്നെ നല്ല ഒരു അടിപൊളി പ്ലേസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്യാമ്പ്. ഭയങ്കര വലിയ വലിയ മരങ്ങളുടെ ഇടയിലൂടെയാണ് ഇന്ന് ട്രക്ക് ചെയ്ത് വന്നത്. ഇന്ന് കുറച്ച് നല്ല സ്റ്റീപ്പായിട്ട് കുറേ കയറാനൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 8 കിലോമീറ്റർ ഇന്ന് നമ്മൾ നടന്നു വന്നിട്ടുണ്ട്.
അപ്പം ഈ ക്യാമ്പിൽ വന്നപാട് തന്നെ എല്ലാ ക്യാമ്പിലെ പോലെ ടെൻറ്റും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ട്. വന്നപാട് തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് സൂപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിന്നർ, പിന്നെ ഉറക്കം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ. എന്താ സംഭവിച്ചത് അതിനിടയിൽ എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്ന് കൂടെ വന്ന ഫ്രണ്ട് വെങ്കടന്, ഞാൻ പറഞ്ഞിരുന്നു ഡയറിയൊക്കെ പിടിച്ചാകിയ സൈഡായിരുന്നു. അപ്പോൾ വെങ്കടന് പദ്രിയിലേക്ക് വരാൻ പറ്റിയില്ല. വെങ്കട് അവിടെ തന്നെ സ്റ്റേ ചെയ്തു, ഗ്രഹാനിൽ തന്നെയാണുള്ളത്. ഇന്ന് ഈ ട്രെക്കിങ്ങിൻ്റെ സെക്കൻഡ് ഡേ. ഇന്ന് വലിയൊരു കഷ്ടപ്പാടില്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഇന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല, ക്ലൈമറ്റൊക്കെ വളരെ അനുകൂലമായിരുന്നു, വലിയ വെയിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ ഒക്കെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ ഒക്കെ ഈസി ആയിട്ട് ട്രെക്ക് ചെയ്യാൻ വന്നു. പിന്നെ അധിക ദൂരവും ഇല്ലായിരുന്നു, ഒരു 8 കിലോമീറ്റേഴ്സ് വാക്ക്, അറൗണ്ട് 8 കിലോമീറ്റേഴ്സ് വാക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നാളെ വൺ ഓഫ് ദ എന്താണ് ലോങ്ങസ്റ്റ് ട്രെക്കിംഗ് ഡേ ആണ്. നാളെ അറൗണ്ട് 11 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. 3:50 ആയത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 12-13 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഉള്ളത്. ഇവിടെയും നെറ്റ്വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പോൾ കാണുന്നവരെ.